തന്റെ കുടുംബത്തിനു വേണ്ടി ബാംഗ്ലൂരിൽ പോയി കഷ്ടപ്പെടുന്ന കൃഷ്ണൻ പണം അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു വീട്ടിലേക്ക്. എന്നാൽ കൃഷ്ണന്റെ സഹോദരനായിട്ടുള്ള സുരേഷിന്റെ സുഹൃത്തായ ആനന്ദനും കൂടിയിട്ട് അവിടെ അവർ ചെയ്യുന്നത് മദ്യപാനമായിരുന്നു. കൃഷ്ണൻ തൻ്റെ വീട്ടിലേക്ക് പണം അയക്കുന്നത് തൻ്റെ അമ്മയെ നന്നായിട്ട് നോക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ കൃഷ്ണന്റെ സഹോദരൻ അമ്മയെ നോക്കുക ചെയ്യില്ല എന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടി അവിടെ മദ്യപിച്ച് നടക്കുകയാണ് ചെയ്യാറ്. എന്നാൽ ഇതൊന്നും കൃഷ്ണന് അറിയുമായിരുന്നില്ല. ഇതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ മാസം തോറും മുടങ്ങാതെ പണം അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ കുറെ കാലങ്ങളോളം ഇത് തുടർന്നുകൊണ്ടിരുന്നു. കൃഷ്ണന്റെ സഹോദരൻ അനന്തനും അതുപോലെ അവന്റെ സുഹൃത്തും ഇവൻ അയച്ചു തരുന്ന ഈ പണം കൊണ്ട് ആ നാട്ടിൽ മദ്യപിച്ച് വളരെയധികം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും ആ നാട്ടിൽ എല്ലാവർക്കും ഒരു ശല്യമായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ അവർ ഇതൊക്കെ ചെയ്യുന്നത് അവർക്കെല്ലാവർക്കും അവിടെ 3 ഗ്രാമങ്ങൾക്ക് പൊതുവായിട്ടുണ്ടായിരുന്ന ഒരു ശ്മശാനത്തിന്റെ അരികിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഒരിക്കലാണ് പെട്ടെന്ന് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ പണക്കാരന്റെ വീട്ടിലെ ഒരു സ്ത്രീ മരണപ്പെടുന്നത്. ആ സ്ത്രീ മരണപ്പെട്ടതിന് ശേഷം അവരെ അടക്കം ചെയ്യാനായിട്ട് ഈ ശ്മശാനത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അനന്തന്റെ സുഹൃത്തും അവിടെ വെച്ച് മദ്യപിക്കുകയായിരുന്നു. ഈ ശവസംസ്കാരം അവർ ദൂരെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഈ ശവത്തെ സംസ്കരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പൂജാരി അവരുടെ അവകാശികളോടായി ചോദിച്ചു, നിങ്ങളുടെ അമ്മയുടെ കാലിൽ കിടക്കുന്ന ഈ വെള്ളി പാദസരം നിങ്ങൾ അഴിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അഴിച്ചു മാറ്റാം. പിന്നീട് മണ്ണിലേക്ക് വെച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്കത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അഴിച്ചു മാറ്റാനോ സാധിക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അവരുടെ മക്കളായ അവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നായിരുന്നു ഈ കൊലുസ്, അതുകൊണ്ട് ഇത് അമ്മയുടെ കൂടെ തന്നെ പോയിക്കോട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പൂജാരിമാരോട് പറഞ്ഞു. അങ്ങനെ അടക്കത്തിന് വേണ്ടി വന്ന ആ പൂജാരിമാരോട് അങ്ങനെ മക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ കൊലുസ് ആ ശവത്തിന്റെ കാലിൽ തന്നെ വെച്ചുകൊണ്ട് അവിടെ അടക്കം ചെയ്യുകയും അവിടെ മണ്ണിട്ട് മൂടി അവിടെ ചില പൂജാകർമ്മങ്ങളും പൂജാദ്രവ്യങ്ങളും ഒക്കെ ആ ശ്മശാനത്തിലെ ആ കല്ലറയ്ക്ക് മുകളിൽ വെച്ചിട്ട് അവർ അവിടെ നിന്നും വീട്ടിലോട്ട് പോയി. എന്നാൽ ഇതൊക്കെ ദൂരെ നിന്ന് കാണുന്ന അനന്തനും സുഹൃത്തും അവർ മനസ്സിൽ മറ്റൊന്ന് പ്ലാൻ ചെയ്തിരുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും ആ വെള്ളിപ്പാദസരം കൈക്കലാക്കുകയാണെങ്കിൽ മിനിമം അത് വിറ്റ് കഴിഞ്ഞാൽ 2500 രൂപയെങ്കിലും ലഭിക്കും. നമുക്ക് 2 മാസത്തേക്ക് മദ്യം കഴിക്കാനുള്ള പൈസ ആവുകയും ചെയ്യും എന്നായിരുന്നു അവരുടെ കണക്ക് കൂട്ടലുകൾ. എന്നാൽ ആദ്യത്തെയോ 2ാമത്തെയോ ദിവസം തന്നെ ആ ശവം മാന്തി പുറത്തെടുത്ത് അത് എടുക്കുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമായിരുന്നു. കാരണം 2-3 ദിവസങ്ങളിലും അതുപോലെ 7ന്റെ അന്നും അവിടേക്ക് അവരുടെ മക്കളും അതുപോലെ ബന്ധുക്കാരും ആ ശവക്കല്ലറ കാണാൻ വരുന്നത് പതിവായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ ഏതു സമയവും വരുമെന്ന ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ അവർ 7 ദിവസത്തിന് ശേഷമാണ് അവർ ആ കുഴി മാന്തിയെടുക്കാൻ തീരുമാനിച്ചത്. അന്ന് രാത്രി അവർ 2 പേരും ആ ശ്മശാനത്തിലേക്ക് എത്തി. കയ്യിലൊരു വലിയ മൺവെട്ടിയും അതുപോലെ കുഴി കുഴിക്കുന്ന ചില ആയുധങ്ങളൊക്കെ ആയിട്ടാണ് അവർ 2 പേരും അന്ന് ആ ശ്മശാനത്തിലേക്ക് എത്തിയത്. അന്ന് ആ ശ്മശാനത്തിലേക്ക് എത്തി അവർ 2 പേരും ആ ശവക്കുഴി കുഴിക്കാൻ തുടങ്ങി. ഒരുപാട് ആഴത്തിലേക്ക് ചെന്നപ്പോഴേക്കും തന്നെ അവിടെ വല്ലാത്ത രീതിയിലുള്ള ദുർഗന്ധം വരാൻ തുടങ്ങിയിരുന്നു. അവർ പതുക്കെ കാലിൻ്റെ ഭാഗത്തേക്കുള്ള മണ്ണ് മാറ്റി തുടങ്ങി. എന്നിട്ട് അവർക്ക് ആ കൊലുസ് കാണാൻ സാധിക്കുന്ന സമയത്ത് അവർ 2 പേരും ആ സ്ത്രീയുടെ കാലിൽ നിന്നും കൊലുസ് അഴിച്ചെടുത്തു. ഉടനെ തന്നെ അവരുടെ കയ്യിൽ എന്തൊക്കെയോ വഴുവഴുക്കുന്ന രീതിയിലുള്ള അഴുക്കുകൾ പറ്റിപ്പിടിച്ചു. നോക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ പുഴുവരിച്ച് ആ പുഴുക്കളായിരുന്നു അവരുടെ കയ്യിൽ മുഴുവൻ. പുഴുക്കൾ കയ്യിലൂടെ മുകളിലേക്ക് കയറുന്നത് അവർക്ക് വളരെ അരോചകരമായി തോന്നിയത് കൊണ്ട് അവർ 2 പേരും കൈയും കാലും കുതറാൻ തുടങ്ങി. ഉടനെ തന്നെ ആ കൊലുസ് അവിടെ ഉണ്ടായിരുന്ന ഒരു നീരൊഴുക്കിൽ കഴുകുകയും ചെയ്തു. എന്നിട്ട് അനന്തൻ ഇത് ഉടനെ തന്നെ വിൽക്കുന്നത് നമുക്ക് നല്ലതല്ല, അതുകൊണ്ട് ഈ കൊലുസ് 2-3 ദിവസം നമുക്ക് വീട്ടിൽ സൂക്ഷിച്ചതിന് ശേഷം മാത്രം ഇത് വിൽക്കാം എന്ന് പറഞ്ഞ് അനന്തൻ വീട്ടിലെ ഒരു മരപ്പെട്ടിയിൽ ഇത് കൊണ്ടുവച്ചു. എന്നാൽ ഈ ഒരു പാദസരം കൊണ്ടുവച്ചതിന് ശേഷമായിരുന്നു
അവന് ചുറ്റും ഒരുപാട് വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. ഒരിക്കൽ അവൻ കിടക്കുന്ന മുറിയുടെ വാതിൽ അതിശക്തമായിട്ട് ആരോ മുട്ടുന്നത് കേട്ടിട്ടാണ് അവൻ വാതിൽ തുറന്നത്. എന്നാൽ വാതിൽ തുറന്നു നോക്കുമ്പോൾ അതിൽ ആരും ഉണ്ടായിരുന്നില്ല. അമ്മ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നൊക്കെ കരുതി അവൻ അമ്മ കിടക്കുന്ന മുറിയിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് അമ്മ അവിടെ നല്ല ഉറക്കമായിരുന്നു. വീണ്ടും അവൻ വാതിലടച്ച് വീണ്ടും കട്ടിലിൽ ചെന്ന് കിടക്കുന്ന സമയത്ത് വീണ്ടും വാതിലിൽ അതിശക്തമായി ആരോ മുട്ടുന്നത് കേട്ടു. ആദ്യം അവൻ ബെഡ്റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ പിന്നെ ആ ശബ്ദം വരുന്നത് അവരുടെ പ്രധാന വാതിലിന്റെ മുന്നിൽ നിന്നായിരുന്നു. എന്നിട്ട് അവൻ പോയി പ്രധാന വാതിലും തുറന്ന സമയത്ത് അവിടെ ആരെയും അവർക്ക് കാണാൻ സാധിച്ചില്ല. പിന്നീട് കതകടച്ച് അവൻ തിരിച്ച് നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവനോട് പറഞ്ഞത്, നീ ശ്മശാനത്തിൽ നിന്നെടുത്ത എന്റെ വസ്തു എന്നെ തിരിച്ചേൽപ്പിക്കൂ എന്ന്. ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് അനന്തന് ഒന്നും തന്നെ മനസ്സിലായില്ല. അനന്തൻ ചുറ്റുപാട് നോക്കി, പക്ഷേ അവന് ഈ ശബ്ദം വരുന്നത് മാത്രം എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പെട്ടെന്നാണ് അവൻ ലൈറ്റിട്ട് നോക്കുന്ന സമയത്ത് ആ പ്രധാന വാതിലിൽ നിന്നും ഒരു കാലടയാളം, ചെളി നിറഞ്ഞ ഒരു കാലടയാളം അവൻ പാദസരം വെച്ച ആ മരപ്പെട്ടിക്ക് നേരെ പോയതുപോലെ അവന് തോന്നി. ഉടനെ തന്നെ അവൻ ആ മരപ്പെട്ടിക്ക് അടുത്ത് ചെന്ന സമയത്ത് മരപ്പെട്ടി തുറന്നു കിടക്കുകയായിരുന്നു. എന്നാൽ അതിനകത്തെ പാദസരം അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സ്ത്രീയുടെ ആത്മാവായിരിക്കുമോ ഇതെടുക്കാൻ വന്നതെന്ന അവൻ്റെ ഉള്ളിൽ വല്ലാത്ത തരം പേടി അനുഭവപ്പെട്ടു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അവൻ അറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അടുത്ത ദിവസം പെട്ടെന്ന് അവൻ വീട്ടിലേക്ക് ചെന്ന സമയത്ത് പെട്ടെന്ന് അവൻ്റെ അമ്മയെ തിരഞ്ഞ് അവൻ ആ വീട് മുഴുവൻ നോക്കുന്ന സമയത്ത് അവൻ്റെ അമ്മ അടുക്കള ഭാഗത്തെ തിണ്ണയിൽ ഒരു വിചിത്രമായ രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ എന്ന് അവൻ ഒരുപാട് തവണ വിളിച്ചപ്പോൾ അതിശക്തമായ പേടിപ്പിക്കുന്ന മുഖത്തോടു കൂടി അവനെ ഒന്ന് തുറിച്ചു നോക്കി. എന്നാൽ പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ടത്. തൻ്റെ അമ്മ കാലിൽ ആ വെള്ളിപ്പാദസരം അണിഞ്ഞിരിക്കുന്നു. അമ്മയോട് ആ പാദസരം തിരികെ തരാനായിട്ട് അവൻ പറഞ്ഞു. ആ സമയത്ത് ആ സ്ത്രീ ഉടനെ തന്നെ എണീറ്റിരുന്ന് അവൻ്റെ കരണത്ത് ഒരു വലിയ അടി കൊടുത്തു. എന്തിനാണ് അമ്മ എന്നെ തല്ലുന്നത് എന്ന് ചോദിച്ച ആ അമ്മ, അല്ലെങ്കിൽ ആ അമ്മയുടെ ശരീരത്തിൽ കയറിയ ആ ആത്മാവ് അവനോട് പറഞ്ഞു, എൻ്റെ സാധനം ചോദിക്കാൻ നീ ആരാണടാ എന്ന ഒരു അമർച്ചയുള്ള ശബ്ദത്തോടെ അവൻ ഉറക്കെ പറഞ്ഞു. ഇതുകൂടി കണ്ടതോടെ അവന് വല്ലാത്ത തരം പേടി തോന്നി. ഈ പാദസരം കാരണം അമ്മയിലേക്ക് ബാധ പ്രവേശിച്ചതാണെന്ന് അവൻ മനസ്സിലാക്കി. ഉടനെ തന്നെ അവൻ ഒരു പൂജാരിയെ പോയി കണ്ടു. എന്നാൽ ആ പൂജാരി പറഞ്ഞു, നിങ്ങൾ ചെയ്തത് വളരെയധികം തെറ്റാണ്. ആത്മാക്കളുടെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ നമ്മൾ എടുത്തുകൊണ്ട് വന്നാൽ ആ ആത്മാവ് നമ്മുടെ കൂടെ പോരും. അത് പിന്നീട് നമുക്ക് നല്ല രീതിയിൽ ഉപദ്രവം ആവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനൊന്നും ആ പൂജാരിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അവൻ വീണ്ടും വീട്ടിലെത്തിയ സമയത്ത് അവൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ അടുക്കളയിൽ ഒരു വിചിത്രമായ കാഴ്ച കണ്ടു. തൻ്റെ അമ്മ ഒരു കോഴിയെ പച്ചയോടെ തിന്നുന്നു. ഇതുകൂടി കണ്ടതോടെ അവന് അല്പം ഭയമായിട്ട് തോന്നി. എങ്ങനെയെങ്കിലും ഇതിന് ഒരു അന്ത്യം വരുത്തണം, അതുകൊണ്ട് ആ പാദസരം എങ്ങനെയെങ്കിലും അമ്മയുടെ കാലിൽ നിന്ന് അഴിച്ച് ആ ശ്മശാനത്തിൽ ആ കുഴിയിൽ തന്നെ കൊണ്ടുവയ്ക്കണം എന്ന് അവന് മനസ്സിലുണ്ടായി. എന്നാൽ അതിനു വേണ്ടിയിട്ട് അമ്മയുടെ ഈ കാലിൽ നിന്നും ഈ കൊലുസ് അഴിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എങ്ങനെയെങ്കിലും തൻ്റെ സുഹൃത്തിൻ്റെ സഹായം കൂടെ തേടാമെന്ന് കരുതി അവൻ നേരെ സുഹൃത്തിനരികിലേക്ക് ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഏതായാലും ആദ്യം ശ്മശാനത്തിൽ പോയിട്ട് കുഴി വെട്ടിവെക്കാം, എന്നിട്ട് അമ്മയുടെ കാലിൽ നിന്നും ആ കൊലുസ് അതിശക്തമായിട്ട് നമുക്ക് വലിച്ച് കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞ് അവർ ആ ശ്മശാനത്തിലേക്ക് പോകുന്ന സമയത്ത് ആ ശ്മശാനത്തിലെ ആ ശവപ്പറമ്പിലെ ആ അടക്കം ചെയ്ത കല്ലറയ്ക്ക് മുകളിൽ ഒരു സ്ത്രീ നിൽക്കുന്നു. അത് ആരുമായിരുന്നില്ല, അത് അനന്തൻ്റെ അമ്മയായിരുന്നു. എന്നിട്ട് അവരോട് വിചിത്രമായ രീതിയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയ അലർച്ചയോടെയും അവരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉപദ്രവിക്കുന്നത് പോലെയും അവർക്ക് തോന്നി. എന്നാൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ അവർ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്നാൽ, എൻ്റെ കൊലുസ് എന്നെ തന്നെ തിരിച്ചേൽപ്പിക്കൂ, അല്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയെയും കൊണ്ടേ മടങ്ങൂ എന്ന് അവനോട് സംസാരിച്ചു. ഇല്ല, നിന്റെ കൊലുസ് നിന്നെ തന്നെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് ആ സമയത്ത് അവൻ്റെ അമ്മയുടെ കാലിൽ നിന്നും പതുക്കെ ആ കൊലുസ് അഴിച്ചെടുത്തിട്ട് ആ കല്ലറ തുറന്ന് ആ ശവത്തിന്റെ കാലിൽ തന്നെ കെട്ടിക്കൊടുത്തു. അതോടുകൂടി അവൻ്റെ അമ്മ സ്വബോധത്തിലേക്ക് മടങ്ങി വന്നു. എന്നാൽ പെട്ടെന്ന് അമ്മ നിൽക്കുന്നത് ശ്മശാനത്തിലാണല്ലോ എന്ന് അമ്മയ്ക്ക് ബോധ്യം വന്ന സമയത്ത് അമ്മ അവനോട് ചോദിച്ചു, ഞാൻ എന്താണ് ഇവിടെ എന്ന്. ആ സമയത്ത് അവൻ അമ്മയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു.
എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ അനന്തൻ്റെ അമ്മ അവനെ ശകാരിക്കുകയും മുഖത്തൊരു അടി കൊടുക്കുകയും ചെയ്തു. നിന്റെ സ്വഭാവം വല്ലാതെ മാറിയിരിക്കുന്നു അനന്ത. നീ കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചു. ഇനിയും എനിക്ക് അനുഭവിക്കാൻ വയ്യ. ഇനി എൻ്റെ ജീവൻ ഒടുക്കുകയല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊരു മാർഗമില്ല എന്ന് അമ്മ അവനോട് സങ്കടത്തോടെ പറഞ്ഞു. എന്നാൽ അവിടെ നിന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി വീട്ടിലേക്ക് എത്തിയതിനു ശേഷം പിന്നീട് ഒരിക്കലും അനന്തൻ മദ്യപിച്ചില്ല. പിന്നീട് ഒരിക്കലും അനന്തൻ ആ ശ്മശാനത്തിൻ്റെ ഭാഗത്തേക്ക് പോയില്ല. തൻ്റെ സുഹൃത്തിനോട് കൂട്ടുകൂടിയില്ല. പിന്നെ അതിനുശേഷം അവൻ ജോലിക്കൊക്കെ പോവാൻ തുടങ്ങി. ജോലിക്ക് പോയി അമ്മയെ സംരക്ഷിക്കാനും തുടങ്ങി. കൃഷ്ണൻ അയക്കുന്ന പണം അവർ നല്ല രീതിയിൽ ആ വീടിനു വേണ്ടി ചിലവഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു നല്ല സ്വഭാവത്തോടു കൂടി അവൻ അവൻ്റെ ജീവിതം മുന്നോട്ടേക്ക് നയിച്ചു. പിന്നീട് ഒരിക്കൽ കൃഷ്ണനും നാട്ടിലേക്ക് എത്തി. അവർ രണ്ടുപേരും അവിടെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി. പിന്നീട് ആ കുടുംബം നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്തു. എന്നിങ്ങനെയൊക്കെയാണ് എന്നോട് ഈ കഥ പറഞ്ഞ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് സത്യത്തിൽ നടന്ന കഥയാണെന്നൊക്കെ അവൻ അവകാശപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ഈ കഥയിൽ എത്രത്തോളം സത്യമുണ്ടെന്ന കാര്യമൊന്നും എനിക്കത്ര വ്യക്തമല്ല. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.